എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ നിന്നാണല്ലോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പുറപ്പാട് പുസ്തകത്തിനകത്തോട്ട് സഞ്ചരിക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിനകത്തോട്ട് വന്നപ്പോൾ അവിടെയെല്ലാം അബ്രാഹമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എന്നാണ് നമ്മൾ അവിടെ മുഴുവൻ കേട്ടിരിക്കുന്നത്, അല്ലേ? എന്നാൽ പുറപ്പാട് പുസ്തകത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ മോശേനെ നമ്മൾ ഇന്നലെ സംസാരിച്ചല്ലേ, മോശേനെ അവിടെ മുൾപ്പടർപ്പ് കത്തി, എന്നിട്ട് അവിടെ നിന്ന് ദൈവം മോശയോട് സംസാരിച്ചതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ മോശ അപ്പോൾ ദൈവത്തോട് ചോദിച്ചൊരു കാര്യമുണ്ട്. ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുത്തോട്ട് ചെല്ലാം, അതായത് മിസ്രൈമിലോട്ട് അങ്ങയുടെ ജനത്തിൻ്റെ അടുത്തോട്ട് ഞാൻ ചെല്ലാം. പക്ഷേ അവരെന്നോട് ചോദിക്കും, എന്താ അങ്ങയുടെ പേരെന്താന്ന് എന്നോട് ചോദിക്കും, അല്ലെങ്കിൽ നിന്നെ അയച്ചത് ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്താ പറയേണ്ടതെന്ന് ചോദിച്ചു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിനകത്ത് അത് കിടക്കുന്നത്. അപ്പോൾ ദൈവം മോശയോട് പറയുകയാണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് വെച്ചാൽ ഞാനാകുന്നവൻ ഞാനാകുന്നു, അതാണ് എൻ്റെ പേര് എന്ന് വെച്ചാൽ ഈ സകലത്തെയും സൃഷ്ടിച്ച ദൈവം എനിക്കൊരു പേരിടുവാനായിട്ട് ആരുമായിട്ടില്ല, മനുഷ്യരായിട്ടില്ല. അതിലുമൊക്കെ അപ്പുറം മഹാനായ ദൈവം, ഒരൊറ്റ വാക്കിനാൽ സകലത്തെയും ഉളവാക്കിയ ദൈവം, എനിക്കൊന്നും അസാധ്യമല്ല എന്ന് വെച്ചാൽ ഞാനാകുന്നവൻ ഞാനാകുന്നു, എനിക്ക് മുകളിൽ ആരുമില്ല. അതാണ് ദൈവം മോശയോട് പറഞ്ഞു, അയാം ദി അയാം, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മോശയോട് പറയുകയാണ്, യഹോവ, അല്ലേ, അബ്രാഹമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ യഹോവ എന്ന് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ പേരങ്ങ് വെളിപ്പെടുത്തുകയാണ്, മോശയുടെ അടുത്തങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്കറിയാം, ഈ ആദ്യമായിട്ടാണ് പുറപ്പാട് പുസ്തകത്തിനകത്താണ് ദൈവം ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുന്നു. രണ്ടാമത് ദൈവത്തിൻ്റെ പേര് യഹോവ എന്നുള്ള പേര് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. യഹോവ എന്നല്ല വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അവിടെ എന്താണ് നമ്മൾക്കറിയാം, അവിടെ ഹീബ്രു ബൈബിൾ, അല്ലേ, ഹീബ്രുവിൻ്റെ ബൈബിളിൻ്റെ ഓൾഡ് വേർഷനകത്താണ് അതിൻ്റെ യഥാർത്ഥ പേര് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. YHWH. ഓക്കെ, YHWH, യാവേ. അങ്ങനെയാണ് അത് ഉച്ചരിക്കുന്നത്. ഓക്കെ, പിന്നെ അവരത് എന്താ പറയുക, കുറച്ച് നാളുകൾ കഴിഞ്ഞ് പിന്നെ അതിന് എന്താണ് യാഹ്വേ, ജെഹോവ എന്നുള്ള പേരൊക്കെ വന്നു. എന്നാൽ നമ്മളുടെ ഹീബ്രു ബൈബിളിനകത്ത് പുതിയ ഇതിനകത്തോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും അവരത് അഡോണായി എന്നൊക്കെ തന്നെയാണ് അതിനെ അഭിമുഖീകരിക്കുന്നത്. ഓർക്കുക, ഇത് ആദ്യം മോശ എഴുതിയ ഹീബ്രു ബൈബിളിനകത്ത് ഇത് YHWH, ഇത് യാവേ എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്ററിൽ മാത്രമാണ് അവിടെ എഴുതുന്നത്. അതിനകത്ത് സ്മോൾ ലെറ്റർ വരത്തില്ല, ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അതിനകത്ത് കുറേ നമ്മൾ അതിൻ്റെ ആഴങ്ങൾ പഠിക്കാൻ പോയാൽ ഒത്തിരി ഉണ്ട് പറയുവാനായിട്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമ്മൾക്ക് അറിയാം, അതല്ലേ, യഹോവ എന്ന് വെച്ചാൽ എന്താണ്, ദൈവം, ദി ലോഡ് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ യഹോവയാം ദൈവം, അല്ലേ, അതിന് ഇവരെന്താണ് അഡോണൈ എന്ന് ഇപ്പോൾ പറയുന്നു. അതിന് മുൻപേ അവർ യാഹ്വേ, ജെഹോവ എന്നുള്ള പേരൊക്കെ യഹൂദന്മാർ ഉപയോഗിച്ചിരുന്നു. അതെല്ലാം അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതിന് ശേഷം എന്താണ് മോശ എന്നിട്ട് വീണ്ടും, അപ്പോഴാണ് ഞാൻ ഇന്നലെ സംസാരിച്ചല്ലേ, മോശ പറഞ്ഞ ദൈവത്തോട് പറഞ്ഞു, എൻ്റെ നാക്കിന് കട്ടിയുള്ള നാക്കോട് കൂടിയവനെ എനിക്ക് സംസാരിക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് മോശയോട് ദൈവം പറയുന്നുണ്ട്, എന്താണ്, നിന്റെ നാവോട് കൂടെ ഞാൻ ഇരിക്കും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും പുള്ളിക്ക് എന്നിട്ട് ഒരു കോൺഫിഡൻസ് അങ്ങ് കിട്ടുന്നില്ല. മോശ എന്നിട്ട് എന്താണ് വീണ്ടും ദൈവത്തോട് പറയുകയാണ്, എനിക്ക് പകരം വേറെ ആരെങ്കിലും എടുക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ദൈവത്തിന് എന്താണ് കോപം വന്നു. കാരണം ഇത്രയും അവൻ്റെ മുൻപിൽ ഞാൻ സംസാരിച്ചിട്ടും എന്താണ് അവനൊരു കോൺഫിഡൻസ് അവനിൽ തന്നെ വരുന്നില്ല. അതിലെന്താണ് ദൈവത്തിനൊരു ഒരു കോപം വന്നു മോശയോട്. പലപ്പോഴും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയല്ലേ, ദൈവം നമ്മളോട് എത്ര സംസാരിച്ചാലും ദൈവം നമ്മളെ എത്ര അനുഗ്രഹിച്ചാലും നമ്മൾക്കൊരു കോൺഫിഡൻസ് അങ്ങ് വരുന്നില്ല, അല്ലേ. നമ്മൾ തന്നെ പ്രാർത്ഥിച്ചാൽ ദൈവം ഇടപെടുമെന്നുള്ള കോൺഫിഡൻസ് വരത്തില്ല. നമ്മൾ വേഗം ഫോൺ എടുക്കും, ഏതെങ്കിലും പ്രവാചകന്മാരെ വിളിക്കും, ആരെങ്കിലും പ്രാർത്ഥിക്കുന്നവരെ വിളിക്കും. പലപ്പോഴും നമ്മളുടെയൊക്കെ ജീവിതത്തിലും അങ്ങനെ തന്നെയല്ലേ, ദൈവം ഡയറക്റ്റ് നമ്മളുടെ ജീവിതത്തിൽ ഇറങ്ങി വന്ന് സംസാരിച്ചാലും ഒക്കെ എന്താണ് നമ്മൾക്ക് അവിടെ കൊണ്ടൊന്നും നമ്മൾക്ക് തൃപ്തി വരത്തില്ല. നമ്മൾ വീണ്ടും ആരുടെയെങ്കിലുമൊക്കെ പുറകെ പോകും. ഇതുപോലെ തന്നെയായിരുന്നു ഇവിടെ മോശ. ഓക്കെ, അപ്പോൾ മോശ എന്ത് ചെയ്തു, ദൈവത്തോട് മറ്റൊരാളെ തിരഞ്ഞെടുക്കാനൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവസാനം സഹി കെട്ട് ദൈവം എന്ത് ചെയ്തു, മോശയോട് പറഞ്ഞു, നിൻ്റെ ഒരു സഹോദരനുണ്ടല്ലോ അഹറോൻ, അപ്പോൾ അവനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ അവനെ നിനക്ക് നിൻ്റെ കൂട്ടത്തിൽ ഞാൻ അയക്കും, അവനോട് കൂടെയും ഞാനിരിക്കും, അവൻ്റെ നാവോട് കൂടെ ഞാനിരിക്കും എന്നൊക്കെ പറഞ്ഞ് മോശയോട് ഇങ്ങനെ അഹറോനെ മോശയ്ക്ക് കൂട്ടായിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ മോശനെ അയക്കുമ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, നിൻ്റെ കയ്യിൽ എന്തുണ്ട്? അപ്പോൾ ഈ ഫറവോൻ്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ ഫറവോൻ എന്നെ വിശ്വസിക്കും എന്നൊക്കെ മോശ ചോദിക്കുന്നുണ്ട്. പല സംശയങ്ങളാണ് മോശയ്ക്ക്. അന്നേരം ദൈവം പറയുന്നുണ്ട്, നിൻ്റെ കയ്യിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ കയ്യിലൊരു വടിയാണ് ഉള്ളത്. അപ്പോൾ ഈ വടി എന്തായിരുന്നു? വടി എന്തിനാണ്? നമ്മൾക്കറിയാം, ഈ ആട്ടിടയന്മാരല്ലേ, ആടിനെ മേയ്ക്കുന്നവർ അല്ലെങ്കിൽ ഈ താറാവിനെ കൊണ്ടുപോകുന്നവരുടെയൊക്കെ കയ്യിലൊരു വടിയുണ്ട്. എന്തിനാ? അതിനെ മേയിച്ച് കൊണ്ടുപോകാനുള്ള വടിയാണ്.
അപ്പോൾ മോശയുടെ കയ്യിലും എന്തുണ്ട്? മോശയുടെ കയ്യിലും ആടിനെ മേയ്ക്കുന്ന ഒരു വടിയുണ്ട്. അപ്പോൾ നിന്റെ കയ്യിലുള്ള ആ വടിയുണ്ട്, ആ വടി നിലത്തിടാൻ പറഞ്ഞു. എന്നിട്ട് നമ്മൾക്കറിയാം അത് സർപ്പമായി തീരുന്നതൊക്കെ അല്ലേ. എന്നിട്ട് മോശയോട് പറയുക, നീ പോകുമ്പോൾ എന്താ പറയുക, മിസ്രൈമിലോട്ട് പോകുമ്പോൾ നിന്റെ കയ്യിൽ എന്തുണ്ടാകണം? ഈ വടി ഉണ്ടാകണം. എന്ന് വെച്ചാൽ ഇന്നലെ വരെ നീ ഈ വടി എന്തിനാണ് ഉപയോഗിച്ചിരുന്നത്? ആടുകളെ മേയ്ക്കാൻ വേണ്ടിയിട്ടാണ് നീ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ആ വടി എന്താ? അധികാരത്തിൻ്റെ വടിയാണ്. നിന്റെ മേൽ ഞാൻ പകർന്നിരിക്കുന്ന അധികാരത്തിൻ്റെ വടിയാണ് ഇതെന്ന് പറഞ്ഞ് ദൈവം ആ മോശയുടെ കയ്യിലോട്ട് ആ വടിയിന്മേൽ അധികാരം പകർന്ന് മോശയെ അങ്ങ് അയക്കുകയാണ്. എന്നിട്ട് നമ്മൾക്കറിയാം മിസ്രൈമിൽ അവിടെ ചെല്ലുന്നു, ഈജിപ്തിൽ ചെല്ലുന്നു. അവിടെ അഹ്റോൻ എതിരേറ്റ് വരുന്നു. അപ്പോൾ അഹ്റോനോട് ദൈവം അവിടെ ഇടപെട്ടു. അഹ്റോൻ മോശയെ എതിരേറ്റ് വരുന്നു. അവർ സന്തോഷത്തോടെ പരസ്പരം കണ്ടുമുട്ടി. എത്ര വർഷങ്ങൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടലുകൾ അവരവിടെ സന്തോഷം പങ്കിടുന്നു. അതിനുശേഷം അവരുടെ ദൗത്യത്തിലേക്ക് അവർ കിടക്കുന്നു അല്ലേ. നമ്മുടെ എന്താ പറയുക, ഫറവോൻ്റെ അടുത്ത് ചെല്ലുന്നു. ഫറവോൻ്റെ അടുത്ത് ചെന്ന് അവർ ദൈവം പറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങളൊക്കെ അവിടെ ചെയ്യുന്നു. പക്ഷേ അവിടുത്തെ മന്ത്രവാദികളും ഇവർ ചെയ്യുന്നതൊക്കെ ചെയ്യുന്നു. അതിനുശേഷം എന്താണ്, 10 ബാധകളൊക്കെ അയച്ചു, 9 ബാധകളൊക്കെ അയച്ചു. അവരതിലൊന്നും എന്താണ് തൃപ്തരാകുന്നില്ല അല്ലേ. അവരതിലൊന്നും എന്താണ് ഒന്ന് മാനസാന്തരപ്പെടും, വീണ്ടും എന്താണ് അവർ വീണ്ടും പഴയപടി വരും. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. അപ്പോൾ ഇവർ ഫറവോൻ്റെ അടുത്ത് ചെന്നിട്ട് എന്താ പറഞ്ഞു? ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കുവാൻ ഞങ്ങളുടെ പുത്രന്മാരെ വിട്ടയക്കണം, ഞങ്ങളെ ഒന്ന് ദൈവത്തെ ആരാധിക്കുവാൻ വിട്ടയക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഫറവോൻ സമ്മതിക്കുന്നില്ല അല്ലേ. ഫറവോൻ അവരെ വിട്ടയക്കുവാൻ തയ്യാറാകുന്നില്ല. അവസാനം ഫൈനലി ദൈവം അല്ലേ മോശയോടും അഹ്റോനോടുമായിട്ട് ദൈവം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? ഇസ്രായേൽ മക്കളോട് പറയണം, അവരെന്താണ് പെസഹ ആചരിക്കണമെന്ന് പറഞ്ഞു. അവർക്ക് അവിടുന്ന് പെസഹ ആചരിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ ദൈവം കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ എന്താണ്, പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കണമെന്ന് പറയുന്നു. അതിനുശേഷം എന്താണ്, അതിനുശേഷം അവരോട് പറയുന്നു, നിങ്ങളൊരു ആട്ടിൻകുട്ടിയെ എന്താണ് നിങ്ങൾ അറുക്കണം. അപ്പോൾ ആട്ടിൻകുട്ടി എങ്ങനെയുള്ളതായിരിക്കണം? അത് ഊനമില്ലാത്തതായിരിക്കണം, ആട്ടിൻകുട്ടി ആയിരിക്കണം. പിന്നെ അതുകൂടാതെ അതിന് 1 വയസ്സുള്ളതായിരിക്കണമെന്ന് അതിന് പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ്. എന്ന് വെച്ചാൽ വഴിയെ കൂടെ പോകുന്ന ഏതിനെ വിളിച്ച് നീ എനിക്ക് എന്ത് ചെയ്യരുത്, എനിക്ക് വേണ്ടിയിട്ട് നീ യാഗം അർപ്പിക്കരുത്, നീ ഇതിനെ എടുക്കുമ്പോൾ എന്തായിരിക്കണം, ഈ നിബന്ധന പ്രകാരമുള്ളത് നീ എടുക്കണം. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ സത്യമാണ്, നമ്മൾക്ക് ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്ത് ചെല്ലാം. എന്നാൽ ഈ ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ ചിലതൊക്കെ അല്ലേ, നമ്മൾ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ ചുമ്മാ ഇതൊന്നും ആയിരിക്കരുത്. ദൈവത്തിന് അത്രമാത്രം വില കൊടുക്കണം എന്നുള്ളതും ദൈവത്തിന് അത്രമാത്രം മാന്യത കൊടുക്കണം എന്നുള്ളതൊക്കെയാണ് ദൈവം ഇതിൻ്റെ അതിലൂടെയൊക്കെ തുടങ്ങി വെക്കുന്നത്. ഓക്കെ, എനിവേ എന്തായാലും അവരെന്താണ് പെസഹ ആചരിക്കുന്നു. അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? ആട്ടിൻകുട്ടിയെ അറുത്തിട്ട് അതിൻ്റെ രക്തം എന്ത് ചെയ്യണം? അത് കട്ടളപ്പടിമേലും കുറുപടിമേലും ഒക്കെ നിങ്ങൾ തളിക്കണം. എന്നിട്ട് ഈ രക്തം അടയാളമുള്ള കുടുംബങ്ങളിൽ സംഹാരദൂതൻ കടന്നു പോകും. എന്നിട്ട് എന്ത് ചെയ്യും? മിസ്രൈമിലുള്ള സകല ഫറവോൻ തൊട്ട് ഏറ്റവും താഴെ കുണ്ടറയിൽ കിടക്കുന്നവൻ്റെ വരെ ആദിജാതന്മാരെയും അതിന് മൃഗങ്ങളുടെ ആദിജാതനെയും എല്ലാം എന്ത് ചെയ്യും? ഞാൻ കൊന്നുകളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് നമ്മൾക്കൊരു ക്വസ്റ്റ്യൻ വരും, അയ്യോ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നല്ലേ. ഓർക്കുക, നമ്മൾക്കറിയാം പഴയ നിയമത്തിൽ ദൈവം അങ്ങനെയാണ്, ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണ്. അതെന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾക്കറിയാം. അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ പകരപ്പെട്ടിട്ടില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ ആ ഒരു സിസ്റ്റം അനുസരിച്ചാണ് ദൈവം അവിടെ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവരോട് എന്തിനായി കടിഞ്ഞൂൽ സംഹാരം ഇവിടെ മിസ്രൈമിൽ നടത്തിയത്? ഇതിനു മുൻപേ നമ്മൾ സംസാരിച്ചു അല്ലേ, മോശ കുഞ്ഞിനെ തകർത്ത് കളയുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ വർധനവിനെ തടയുവാൻ വേണ്ടിയിട്ട് അവരുടെ എല്ലാം വീടിൽ ഒരു നിലവിളി ആര് കൊടുത്തിരുന്നു? ഈ ഫറവോൻ കൊടുത്തിരുന്നു അല്ലേ. അവരുടെ എല്ലാം ആദിജാതന്മാരെ, അതായത് 2 വയസ്സും അതിന് താഴെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ, അല്ലെങ്കിൽ ജനിച്ച ഉടനെ ആൺകുഞ്ഞുങ്ങളെയൊക്കെ നശിപ്പിച്ചു കളയാൻ, മോശനെ അടക്കം നശിപ്പിച്ചു കളയാനുള്ള ഉത്തരവുണ്ടായിരുന്നു അല്ലേ. അവിടെ ഒരുപാട് നിലവിളികൾ, ഒരുപാട് കുടുംബങ്ങളിൽ നിലവിളികൾ ഉയർന്നതാണ്. അവരുടെ കുഞ്ഞുങ്ങളെ നശിപ്പിച്ചു കളഞ്ഞതിൻ്റെ നിലവിളി ഉയർന്നത്, അതിൻ്റെ പ്രതികാരം ദൈവം ഇവരോട് വീട്ടിയതാണ് കേട്ടോ. എന്നിട്ട് എന്താണ്, ഇവരുടെ ആദിജാതന്മാരെ എല്ലാം നശിപ്പിച്ചു. അപ്പോൾ ഇത് നശിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഫറവോൻ എന്തായി? ഫറവോൻ ഒന്നും കൂടെ അങ്ങ് ഭയങ്കരമായിട്ട് ഭയമായി. അത് കഴിഞ്ഞപ്പോഴത്തേനും ഇവരോട് എന്ത് പറഞ്ഞു? നിങ്ങൾ വിട്ടോളാൻ പറഞ്ഞു, നിങ്ങൾ യാഗമർപ്പിക്കാൻ പൊക്കോളം പറഞ്ഞു. അപ്പോൾ ഇവരുടെ ആടുമാടുകളെയൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്, മൃഗങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ദൈവം ഇവരോട് പറഞ്ഞു, നിങ്ങൾ മിസ്രൈമിനെ കൊള്ളയിടണമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ നിന്ന് ആഭരണങ്ങളൊക്കെ മേടിച്ചോണം, എല്ലാം മേടിച്ച് മാക്സിമം അവരെ കൊള്ളയിട്ടിട്ട് വേണം പോകാൻ. അപ്പോൾ എന്തുകൊണ്ട് അവരെ കൊള്ളയിടണമെന്ന് പറയുന്നത്? അത്രയും വർഷം 430 വർഷം ഈ ജനം അവിടെ കിടന്ന് ഇവർക്ക് വേണ്ടി അവരെന്ത് ചെയ്തു? അവരധ്വാനിച്ചു. അവർക്ക് വേണ്ടിയിട്ടൊന്നും ഉണ്ടാക്കിയില്ല. ഇവരധ്വാനിക്കുന്നത് മുഴുവൻ ഇവരുടെ കയ്യിലായിരിക്കുന്ന, മിസ്രൈമ്യരുടെ കയ്യിലായിരിക്കുന്ന ആ 430 വർഷത്തെ കടം ദൈവം പറഞ്ഞു അതങ്ങ് വീട്ടിക്കൊള്ളാൻ. എന്ന് വെച്ചാൽ നീ അധ്വാനിച്ചതിൻ്റെ ആ സമ്പത്ത് മുഴുവൻ നീ കൊള്ളയടിച്ചിട്ടങ്ങ് പൊക്കോളാനാണ് പറഞ്ഞു. എന്നിട്ട് അവരെയും കൊണ്ട് അവരങ്ങനെ യാത്ര പുറപ്പെട്ടു അല്ലേ. യാത്ര പുറപ്പെട്ടപ്പോൾ ദൈവം ചുമ്മാ ഇരുന്നോ? ഇല്ല. അവരുടെ മുൻപിൽ മേഘസ്തംഭവുമായിട്ടും പകൽ മേഘസ്തംഭവുമായിട്ടും രാത്രിയിൽ അഗ്നിസ്തംഭവുമായിട്ടും ദൈവം അവരോട് കൂടെ ഇരുന്നു അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾക്കറിയാം അവരെ യാത്ര പുറപ്പെട്ട് അവരെവിടെ എത്തി? ചെങ്കടലിൻ്റെ മുൻപിലെത്തി. അപ്പോൾ ഈ ചെങ്കടൽ എന്ന് പറയുന്നത് 15-ാമത്തെ അധ്യായത്തിനകത്താണ് അവിടെ കിടക്കുന്നത് അല്ലേ. ചെങ്കടലിൽ അവരെ
തകർത്ത് കളഞ്ഞു എന്ന് പറഞ്ഞ് ഇസ്രായേൽ മക്കളുടെ ഒരു സ്തുതിഗീതമുണ്ട്. അതിനകത്താണ് ചെങ്കടൽ എന്ന വാക്ക് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുൻപേ ഒക്കെ കടൽ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കടലിൻ്റെ മുൻപിൽ ഇവരെ കൊണ്ടുവന്ന് ആ ചെങ്കടലിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് നിന്നപ്പോഴത്തേക്കും ഇവരെന്താണ് അവിടെ നിന്ന് നോക്കിയാണ്. പിന്നെ അവർക്ക് മുൻപോട്ട് പോകുവാൻ പറ്റുന്നില്ല. രണ്ട് സൈഡിലും മലനിരകൾ, അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല, മുന്നോട്ട് പോകാനും പറ്റുന്നില്ല. പുറകോട്ടെന്നാ ഓടാന്ന് നോക്കിയപ്പോൾ അവിടെ ആരാ വരുന്നത്? മിസ്രൈമി സൈന്യം ഇവരെ പിന്തുടർന്ന് വരികയാണല്ലേ. മിസ്രൈമി സൈന്യം പിന്തുടർന്ന് വന്നപ്പോൾ ഇസ്രായേൽ മക്കൾ ആകെപ്പാടെ തകർന്നു. അവർ മോശയോട് നിലവിളിച്ചു, നീ ഞങ്ങളെ ഇവിടെ വെച്ച് തീർക്കാനാണോ കൊണ്ടുവന്നത്? അതിലും ഭേദം ഞങ്ങളവിടെ അടിമപ്പണി ചെയ്യുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് മോശയോട് നിലവിളിച്ചു. അപ്പോൾ മോശ അവരോട് പറയുകയാണ്, 14-ാമത്തെ അധ്യായത്തിനകത്ത് പറയുകയാണ്, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. എന്നിട്ട് അതിന് മുൻപേ എന്താ പറഞ്ഞത്? ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാളും നിങ്ങൾ കാണുകയില്ല, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ പറച്ചിൽ എനിക്ക് തോന്നുന്നു മോശ കരഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നിലവിളിയോടെയാണ് അവരോട് പറഞ്ഞതെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ അടുത്ത വാക്യത്തിലോട്ട് വരുമ്പോൾ മോശയോട് ദൈവം ചോദിക്കുന്നുണ്ട്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്തിനാ? നിന്റെ കയ്യിൽ എന്താ ഇരിക്കുന്നത്? നിന്നെ ഞാൻ അവിടുന്ന് ആ പർവ്വതത്തിൽ നിന്ന് നിന്നെ ഞാൻ ഇറക്കി വിട്ടപ്പോൾ, മിസ്രൈമിലോട്ട് നിന്നെ ഞാൻ അയച്ചപ്പോൾ നിന്റെ കയ്യിൽ ഞാൻ എന്താ തന്നെ? ഒരു വടി, അധികാരത്തിൻ്റെ വടി നിനക്ക് ഞാൻ തന്നു അല്ലേ. ആ വടി അങ്ങ് നീട്ടാൻ പറഞ്ഞു. എന്നിട്ട് നീട്ടിയിട്ട് എന്താണ്? ആ ചെങ്കടലിനോട് നീ കൽപ്പിക്കാൻ പറഞ്ഞു അല്ലേ. അതിന്മേൽ അടിച്ച് അതിനെ കൽപ്പിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇത് കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ ദൈവം അവിടെ ചുമ്മായിരുന്നോ? ഇല്ല. ദൈവം രാത്രി മുഴുവൻ ഒരു കിഴക്കൻ കാറ്റ് അടുപ്പിച്ചു അല്ലേ. എന്നിട്ട് വെള്ളം എന്താണ്? വെള്ളം ഇങ്ങനെ ചിറ പോലെ രണ്ട് സൈഡിലും നിർത്തി. എന്നിട്ട് ഉണങ്ങിയ നിലത്തിലൂടെ ഇസ്രായേൽ മക്കളെ കടത്തിവിട്ടു. അപ്പോൾ ഇത് കണ്ടപ്പോൾ മിസ്രൈമിൽ വിചാരിച്ചു ഇവർക്കും കൂടി അത് തുറന്നതെന്ന് വിചാരിച്ചു അല്ലേ. ചെങ്കടലെ രണ്ടായി പിളർന്നു ദൈവം ആ ഒരു നിലം ഒരുക്കിയത് ഇവർക്കും കൂടിയാണെന്ന് കരുതി ഇവരെന്ത് ചെയ്തു? ഫറവോനും സൈന്യവും ഒക്കെ കൂടെ ഇവരുടെ പുറകെ അങ്ങോട്ട് പോയി. എന്നിട്ട് ഇവർ പറയുന്നു അല്ലേ, ഇവരുടെ ഒരു വാക്ക് എന്തായിരുന്നു? അത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾക്ക് കാണാം. എന്താ? ഞാൻ പിടിക്കും, കൊള്ള പങ്കിടും, എൻ്റെ വാളിനാൽ വെട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറകെ ആൾക്കാർ ഇവർ ചെല്ലുന്നത്. എന്നാൽ ദൈവം എന്താണ്? ദൈവം അവരെ എന്താണ്? ആ ചെങ്കടലിൽ ആഴ്ത്തിക്കളഞ്ഞു എന്ന് വെച്ചാൽ ദൈവം പ്രഭാതയാമത്തിൽ അവിടെ മിസ്രൈമിനെ ചിതറിച്ചു. എന്നിട്ട് അവരുടെ രഥചക്രങ്ങളെ താറുമാറാക്കി എന്ന് വെച്ചാൽ ഇവർ ഓടിക്കുന്നിടത്തോട്ടൊന്നും ഈ രഥം ഓടത്തില്ല. അങ്ങനെ അവരെ എന്താണ്? ആ ചെങ്കടലിൽ മുക്കിക്കളഞ്ഞു അല്ലേ. അതിനുശേഷം എന്താണ്? അവർ അക്കരെ കടന്നിട്ട് അവർ 15-ാമത്തെ അധ്യായത്തിൽ നമ്മൾക്ക് കാണാം, അവർ തപ്പെടുത്ത് ദൈവത്തെ സ്തുതിക്കുകയാണല്ലേ. ദൈവത്തെ സ്തുതിക്കുക, ഞങ്ങളെ ഇവിടുന്ന് കൊണ്ടുവന്ന ദൈവമേ, ഭയങ്കരനായ ദൈവമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ദൈവത്തെ അങ്ങ് സ്തുതിച്ചു പാടുകയാണല്ലേ. ഇവർ പാട്ട് ദൈവത്തെ അങ്ങ് ആരാധിക്കുകയാണ്. അപ്പോൾ ഓർക്കുക, ഇതുപോലെ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് മുൻപോട്ട് പോകുവാൻ കഴിയാതെ ചില പാരമ്പര്യത്തിൻ്റെ ശക്തികൾ നമ്മളെ പിന്തുടരുമ്പോൾ അതിനെ തകർത്ത് നമ്മളുടെ മുൻപിലുള്ള ചെങ്കടലിനെ രണ്ടായി പിളർന്ന് അക്കരെ കടത്തി ദൈവത്തെ സ്തുതിക്കത്തക്കവണ്ണം, തപ്പെടുത്ത് ദൈവത്തെ ആരാധിക്കത്തക്കവണ്ണമുള്ള ചില ദൈവപ്രവർത്തികൾ ദൈവം നമ്മളുടെ ജീവിതത്തിൽ ചെയ്യും കേട്ടോ. അത് നമ്മൾ വിശ്വസിച്ചോണം. ഈ വചനഭാഗം വെച്ച് നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുത്തോണം. എന്ന് വെച്ചാൽ ചിലതിനെയൊക്കെ തകർത്ത് നമ്മളെ തകർത്ത് കളയാൻ നിൽക്കുന്ന ഇന്ന് അങ്ങനെയല്ലേ. എത്രയോ പേർക്ക് പറയുവാനുണ്ട്, ദൈവമേ അങ്ങ് തന്ന ആയുസ്സാണ്. എനിക്ക് പറയുവാനുണ്ട്, അങ്ങ് തന്ന ആയുസ്സാണ്. അല്ലായിരുന്നെങ്കിൽ എത്രയോ പണ്ടേ ഞങ്ങൾ തീർന്നു പോകുമായിരുന്നു. ശത്രു ഞങ്ങളെ തീർത്ത് കളയുമായിരുന്നു. അവിടെ നിന്നൊക്കെ ദൈവം നമ്മളെ മുൻപോട്ട് കൊണ്ടുവന്നു അല്ലേ. നമ്മളുടെയൊക്കെ ജീവിതത്തിലില്ലേ ചെങ്കടലിൻ്റെ അനുഭവങ്ങൾ അല്ലേ, മിസ്രൈമിൽ നമ്മളെ പിന്തുടർന്ന അനുഭവങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഇതിനെല്ലാം തരണം ചെയ്ത് അപ്പുറം കടത്തി ഇന്ന് തപ്പെടുത്ത് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമ്മളെ പ്രാപ്തരാക്കി അല്ലേ. അല്ലെങ്കിൽ പ്രാപ്തരാക്കിയില്ല എങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോണം, ദൈവമേ അങ്ങേ തപ്പെടുത്ത് ആരാധിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എൻ്റെ അവസ്ഥകളെ മാറ്റണമെന്നും ദൈവത്തോട് പ്രാർത്ഥിച്ചോണം. ആ ഒരു അവസ്ഥയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരും. അതിനുശേഷം നമ്മൾക്കറിയാം, അതിനുശേഷം അവർ ചെങ്കടൽ പിളർന്ന് തപ്പെടുത്ത ആരാധനയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എന്താണ്? ഇവർക്ക് ദാഹിക്കുവാനായിട്ട് അങ്ങ് തുടങ്ങി. അപ്പോൾ ദാഹിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ മാറായിലെത്തി. അവിടുത്തെ വെള്ളത്തിന് കയ്പ, അത് കുടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവരെന്താണ്? മോശയ്ക്കും അഹറോനും ഒക്കെ എതിരെ അങ്ങ് പിറുപിറുക്കാനായിട്ട് തുടങ്ങി. നിങ്ങൾ വീണ്ടും അവർക്ക് പിറുപിറുപ്പ് അല്ലെ, വെള്ളം കിട്ടാത്തതിലുള്ള പിറുപിറുപ്പ്. എന്നിട്ട് ദൈവം എന്താണ്? മോശയോട് പറഞ്ഞു, നീ അതിനകത്ത് ആ മാറായിൽ അവിടെ എന്താണ്? ഒരു ഇത് വെട്ടി, ഒരു കമ്പ് വെട്ടിയിട്ട് അതിനെ എന്താക്കും? ഞാനത് മാറായ മധുരമാക്കുമെന്ന് പറഞ്ഞു അല്ലേ. അതിനുശേഷം അവർ വെള്ളം കുടിക്കുന്നു. വീണ്ടും അവർക്ക് അടുത്ത പിറുപിറുപ്പ് തുടങ്ങി. അവർക്ക് വിശക്കുന്നു, അവർക്ക് ഭക്ഷണം വേണം. ദൈവം എന്ത് ചെയ്തു? അവർക്ക് മന്ന പൊഴിച്ചു കൊടുത്തു അല്ലെ. സ്വർഗത്തിലെ കല്ലിൽ ചുട്ടെടുത്ത ആ ഒരു മന്ന അവർക്ക് കൊടുത്തു. അതിനുശേഷം എന്താണ്? സ്വർഗത്തിലെ ദൂതന്മാരുടെ ഭക്ഷണമെന്ന് അതിനെ പറയുന്നത് അല്ലേ. ദൂതന്മാർ ഭക്ഷിച്ചുകൊണ്ടിരുന്ന, അതായത് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ ഭക്ഷണമാണ് ആർക്ക് കൊടുത്തത്? ഇസ്രായേൽ മക്കൾക്ക് അവിടെ മന്നയാക്കി ദൈവം പൊഴിച്ചു കൊടുത്തത് അല്ലേ. അതിൻ്റെ ടേസ്റ്റിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. തേനിൽ ചുട്ടെടുത്ത അട പോലെ അല്ലേ, ദോശ പോലെയുള്ള ടേസ്റ്റ്. അത്രയും മനോഹരമായ ഒരപ്പം അവർക്ക് അങ്ങ് കൊടുത്തു. അതിനുശേഷം എന്താണ്? അവർക്ക് ഇറച്ചി വേണമെന്ന് പറഞ്ഞു. കാടപ്പക്ഷിയെ ദൈവം അവർക്ക് വേണ്ടി കൊടുത്തു. അതിനുശേഷം വീണ്ടും വെള്ളത്തിൻ്റെ പ്രോബ്ലം വരുന്നു. അപ്പോൾ മോശയോട് ദൈവം പാറയെ അടിക്കാൻ പറയുന്നു. ഞാൻ ആ പാറമേൽ നിൽക്കുമെന്ന് പറയുന്നു. അപ്പോൾ മോശ പാറയെ അടിക്കുന്നു, അവർക്ക് വീണ്ടും വെള്ളം കൊടുക്കുന്നു അല്ലേ. അതിനുശേഷം അങ്ങോട്ട് അവരുടെ യാത്രകളാണ്. അവരിങ്ങനെ യാത്ര പുറപ്പെട്ട് സീനായി മരുഭൂമിയിൽ അവിടെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ്?
വീണ്ടും ദൈവം അവരോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ നിങ്ങളെ സംരക്ഷിക്കുന്ന ദൈവമാണെന്നുള്ള ദൈവത്തിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ അവർക്ക് ഇങ്ങനെ നിങ്ങളതൊക്കെ പാലിക്കണം എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ ചട്ടങ്ങളും വിധികളും ഒക്കെ പാലിച്ച് നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, മിസ്രൈമ്യർക്ക് വരുത്തിയ ഒരു ബാധയും ഞാൻ നിങ്ങൾക്ക് വരുത്തത്തില്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്നുള്ള വചനമൊക്കെ ദൈവം അവർക്ക് അവിടെ കൊടുക്കുകയാണല്ലേ. അതിനുശേഷം അവരങ്ങോട്ട് യാത്ര തുടരുന്നു. അപ്പോൾ ദൈവം മോശയോട് പറയുകയാണ്, നിന്റെ ജനത്തെ ശുദ്ധീകരിക്കാൻ പറയുകയാണ്. എന്ന് വെച്ചാൽ ദൈവത്തിന് അവരുടെ മുൻപിൽ ഒന്ന് പ്രത്യക്ഷനാകണം അല്ലേ. ദൈവം പറയുകയാണ്, ജനത്തെ 3 ദിവസം ഒന്ന് ശുദ്ധീകരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അവരോട് സംസാരിക്കുമെന്ന് പറയുന്നു. അതിനുശേഷം നമ്മൾക്കറിയാം, മോശയും അഹറോനും ഒക്കെ ചേർന്ന് 3 ദിവസം ജനത്തെ ശുദ്ധീകരിക്കുന്നു. അവർ അടിച്ച് നനച്ച് കുളിച്ചെല്ലാം വൃത്തിയാക്കുന്നു. അതിനുശേഷം അവർ പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ നിൽക്കുന്നു അല്ലേ. എന്നിട്ട് ദൈവം അവരോട് സംസാരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സംസാരം കേട്ടത് ഇവരാകപ്പാടെ ഭയപ്പെട്ടു പോകുന്നു. അതിനുശേഷം ദൈവം ഞങ്ങളോട് സംസാരിക്കേണ്ട, മോശയും അഹറോനും ഞങ്ങളോട് സംസാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അത്രയും അവർ ഭയപ്പെടുന്നു. അതിനുശേഷം നമ്മൾക്കറിയാം, ദൈവം മോശയോട് പറയുകയാണ്, നീ എന്ത് ചെയ്യണം, എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ അഹരോനെയും അവൻ്റെ പുത്രന്മാരെ പുരോഹിതന്മാരായിട്ട് അവരെ അവിടെ നിയോഗിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അവരുടെ വസ്ത്രം എങ്ങനെയുള്ളതായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ വസ്ത്രത്തിൻ്റെ എങ്ങനെയുള്ളതായിരിക്കണം, അത് എങ്ങനെ അലങ്കരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം ദൈവം പറയുകയാണ്, യാഗപീഠം പണിയണം അല്ലേ. ദൈവത്തിന് വേണ്ടി യാഗപീഠം പണിയണം. ആ യാഗപീഠം എങ്ങനെയുള്ളതായിരിക്കണം, അതിൻ്റെ മാതൃക എങ്ങനെയുള്ളതായിരിക്കണം, അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം ദൈവത്തിൻ്റെ ഒരു സമാഗമന കൂടാരം അല്ലേ, അതിനു വേണ്ടിയിട്ട് ദൈവം അതിൻ്റെ പണികളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. ജ്ഞാനാത്മാവിനാൽ അവിടെ ലേവി ഗോത്രത്തിൽപ്പെട്ടവരെ നിറയ്ക്കുന്നു അല്ലേ. അതിനുശേഷം ദൈവത്തിന് അവർ സമാഗമന കൂടാരം ഉണ്ടാക്കുന്നു. പിന്നെ അതിൻ്റെ മുകളിൽ കൃപാസനം അല്ലേ. കൃപാസനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുന്ന കൃപാസനം. ഇതൊക്കെ മോശയ്ക്ക് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ദൈവം മോശയ്ക്ക് ദൈവത്തിൻ്റെ അടുത്തോട്ട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം ദൈവത്തിൻ്റെ കൽപ്പലകയിൽ ദൈവത്തിൻ്റെ കൈകൊണ്ട് എഴുതിയ 2 കൽപ്പലകകൾ മോശയുടെ കയ്യിൽ കൊടുത്തയക്കുകയാണ്. എന്നിട്ട് മോശയോട് പറയുകയാണ്, നീ എന്ത് ചെയ്യണം, ഇതിനകത്ത് അവരോട് അല്ലെ, അതിന് മുന്നേ പറയുന്നുണ്ട്, നീ എന്ത് ചെയ്യണം, നിന്റെ ദൈവമായ യഹോവ ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്, വേറൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്, ഞാനാണ് നിങ്ങളുടെ ദൈവം, വേറൊരു ദൈവം ഉണ്ടാകരുത്. എന്നിട്ട് പറയുകയാണ്, എൻ്റെ രൂപമൊന്നും വരയ്ക്കാൻ ഇവർക്ക് പറ്റത്തില്ലല്ലേ. ദൈവത്തെ പൂർണ്ണമായി കണ്ടവരാരുമില്ല. അതുകൊണ്ട് നിങ്ങൾ താഴെ ഭൂമിയിലോ മീതെ സ്വർഗത്തിലുള്ള ഒന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കരുത് എന്ന് വെച്ചാൽ ഞാനെന്ന് ജീവിക്കുന്ന ദൈവമുണ്ട്, അതുകൊണ്ട് എൻ്റെ പേരിൽ പ്രതിമകളൊന്നും ഉണ്ടാക്കരുത് എന്നുള്ളത് അവിടെ കൊടുക്കുകയാണ്. എന്നിട്ട് കൽപ്പനകൾ എഴുതി 10 കൽപ്പനകൾ എഴുതി മോശയുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് മോശ അതുമായിട്ട് താഴോട്ട് ഇറങ്ങി വരികയാണല്ലേ. താഴോട്ട് ഇറങ്ങി വരുന്നതിന് മുൻപേ ഒച്ച കേൾക്കുകയാണ്. താഴെ ഭയങ്കര ആർപ്പിൻ്റെ ഒച്ച കേൾക്കുകയാണ്. അപ്പോൾ ഒച്ച കേൾക്കുമ്പോൾ അത് എന്തായിരുന്നു, ഇവർ ഈ ജനത്തിന് മോശ അവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുമോ, ഇങ്ങോട്ട് ഇറങ്ങി വരുന്നില്ല, മോശ വരുവാൻ താമസിക്കുമെന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ മുഴുവൻ മോശയ്ക്ക് പറഞ്ഞു കൊടുക്കണ്ടേ. ഇതെല്ലാം പറഞ്ഞു കേട്ട് മോശ ഈ കൽപ്പലകയുമായിട്ട് ഇറങ്ങി വരാൻ പോകുമ്പോൾ കാണുന്നത് എന്താണെന്ന് അറിയാമോ, ഇവിടെ അഹറോനെ ജനങ്ങൾ അങ്ങ് അസഹ്യപ്പെടുത്തി. അഹറോനോട് പറഞ്ഞു, നീ ഞങ്ങൾക്ക് വേണ്ടി, ആ മോശയ്ക്ക് എന്ത് പറ്റിയെന്നും അറിയത്തില്ല, ദൈവവും എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവത്തെയും പറഞ്ഞ് ആരാധിക്കുന്ന ഒരു കാളക്കുട്ടിയെ ഒരു ഇതിനെ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു, ഒരു ദൈവത്തെ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. ഈ അഹറോൻ പറഞ്ഞു, നിങ്ങളുടെ കാതിലെയും കഴുത്തിലും ഉള്ളതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അതൊക്കെ കൂടെ കൊണ്ടുവന്ന് അങ്ങ് തീയിലോട്ട് ഇട്ടപ്പോഴത്തേക്കും അതെന്തായി, ഒരു കാളക്കുട്ടിയായിട്ട് മാറി. എന്നിട്ട് ഇവർ ആ കാളക്കുട്ടി ആരാധിക്കുന്നത്, അതിൻ്റെ മുൻപിൽ നൃത്തം ചെയ്യുന്നു അല്ലേ. അപ്പോൾ മോശ ഇറങ്ങി വരികയാണ്, ദൈവം ഇത്രയും എന്നെ എങ്ങനെ ആരാധിക്കണം, എനിക്ക് വേണ്ടി നിങ്ങൾ യാഗം അർപ്പിക്കുന്നത് എങ്ങനെയായിരിക്കണം, എൻ്റെ യാഗപീഠം എങ്ങനെയായിരിക്കണം, എൻ്റെ കൃപാസനം എങ്ങനെയായിരിക്കണം എന്നുള്ളതെല്ലാം പറഞ്ഞു കൊടുത്ത് കൽപ്പനകൾ പറഞ്ഞു കൊടുത്തിട്ട് അതിനകത്തെ ആദ്യത്തെ കൽപ്പന എന്താണ്, ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്കുണ്ടാകരുത്. രണ്ടാമത്തത് സ്വർഗത്തിലും സ്വർഗത്തിലോ താഴെ ഭൂമിയിലുള്ള ഒന്നിൻ്റെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിരിക്കുക. ആ കൽപ്പന തന്നെ, ആദ്യത്തെ കൽപ്പന തന്നെ ഇവിടെ എന്താണ്, ഇവർ ലംഘിച്ചിരിക്കുകയാണ്. മോശ തകർന്നു പോയി അല്ലേ. മോശ എന്ത് ചെയ്തു, അത് മുഴുവൻ അങ്ങ് എറിഞ്ഞുടച്ചു. എന്ന് വെച്ചാൽ കയ്യിലുള്ള ആ കൽപ്പന അങ്ങ് എറിഞ്ഞുടച്ചു. എന്തിനാ എറിഞ്ഞുടച്ചേ, ഇവരത് തന്നെ തെറ്റിച്ചു, അതുകൊണ്ട് അതങ്ങ് എറിഞ്ഞുടച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ കോപം അങ്ങ് ജ്വലിച്ചു അല്ലേ. ഇവരിത്ര വേഗം ഈ ജനം എന്നെ വിട്ടുപോയല്ലോ എന്ന് കരുതി ദൈവത്തിന് അവരോട് കോപം ജ്വലിച്ചു. എന്നിട്ട് മോശയോട് പറഞ്ഞു, ഇവർ ഇങ്ങനെ തന്നെയാണ്, കാരണം പെറുപെറുപ്പ് ഞാൻ കേട്ടതാണ്, ഇവരെ ഇപ്പോൾ തന്നെ കുറച്ച് വൈകിയപ്പോഴത്തേക്കും വിഗ്രഹങ്ങളെ ഉണ്ടാക്കി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ.
പലരും പലതും പറയും. നീ ദൈവത്തെ ആരാധിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടില്ലേ? നീ ബൈബിള് ചുമക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയില്ലേ? നീ ആഭരണം ഊരി വെള്ളസാരിയും കൊടുത്ത് അല്ലെങ്കിൽ വെള്ളപ്പാൻറ്റും ഷർട്ടും ഇട്ട് നീ ആ പള്ളിയിലോട്ട് പോകാൻ തുടങ്ങിയിട്ട് കുറേ ആയില്ലേ? അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചയും നീ പള്ളിയിലോട്ട് നീ പോകുന്നില്ലേ? എന്നിട്ട് എന്ത് കിട്ടി എന്ന് പലപ്പോഴും പലരും നമ്മളോട് ചോദിക്കും. എന്നിട്ട് അവർ എന്താണെന്നറിയാമോ? ചില സജഷൻസ് നമ്മളുടെ മുൻപിൽ വെക്കും, അല്ലെങ്കിൽ ചില പരിഹാരങ്ങൾ വെക്കും. ഞാൻ ഇന്ന സ്ഥലത്ത് പോയപ്പോൾ എനിക്കൊരു വിടുതൽ കിട്ടി കേട്ടോ, നീ അങ്ങോട്ടൊന്ന് പോയി നോക്കും. ഏതെങ്കിലും വിഗ്രഹത്തിൻ്റെ മുൻപിൽ പോയിട്ട് എനിക്ക് ഇത് കിട്ടി, അല്ലെങ്കിൽ ആ പുണ്യാളൻ്റെ അടുത്ത് പോയപ്പോൾ എനിക്ക് ഇത് കിട്ടി, ഇത് കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയും. ഓർക്കുക, ഇതൊക്കെ എന്താണ്? പിശാചിനും അത്ഭുതങ്ങളെ ചെയ്യുവാനായിട്ട് പറ്റും കേട്ടോ. അല്പസ്വല്പം അത്ഭുതങ്ങളെ ചെയ്യുവാൻ പിശാചിന് പറ്റും. അല്പസ്വല്പമല്ല, നല്ലപോലെ ചെയ്യും. അവന് ജീവൻ എടുക്കാനും കൊടുക്കാനുള്ള അധികാരം മാത്രമേ ദൈവം കൊടുക്കാതെ ഉള്ളൂ. ബാക്കിയൊക്കെ അവൻ ചെയ്യും. അവനും അല്പസ്വല്പം കാര്യങ്ങളൊക്കെ കാണിച്ച് നമ്മളെ മയക്കും. അപ്പോൾ പലപ്പോഴും ദൈവപ്രവൃത്തി ലേറ്റ് ആകുമ്പോൾ ദൈവം നമ്മൾക്ക് വേണ്ടി വലുതൊരുക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാനത് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞുവല്ലേ, പലപ്പോഴും ദൈവത്തിൻ്റെ ഒരു അരുളപ്പാടുകളില്ലാത്ത സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം നമ്മളെ പരീക്ഷിക്കുന്നതായിരിക്കും. എന്തിനും? നമ്മൾ ദൈവത്തെ വിട്ടുപോകുകയില്ലയോ എന്നുള്ള വിശ്വാസത്തിൻ്റെ പരീക്ഷണം. എന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾക്കറിയാം ദൈവത്തിൻ്റെ വരവടുത്തിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് വിശ്വാസത്യാഗം സംഭവിക്കുമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. അതുകൊണ്ട് പരീക്ഷണങ്ങൾ പലപ്പോഴും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരും. അപ്പോൾ വിശ്വാസം വിട്ടോടാനല്ല, മുറുകെ പിടിക്കുവാൻ. എന്ന് വെച്ചാൽ ദൈവം വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തൻ, അവൻ വഴിയിലിട്ടിട്ട് പോകത്തില്ല. അവൻ നമ്മൾക്ക് വേണ്ടി ശ്രേഷ്ഠമായ കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നും നമ്മൾ മനസ്സിലാക്കുക. കാര്യങ്ങൾ ലേറ്റ് ആകുമ്പോൾ അതിനും ശ്രേഷ്ഠമായത് ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പെട്ടെന്നുള്ളത് എന്ന് വെച്ചാൽ ചെറുതൊക്കെ പെട്ടെന്ന് കിട്ടും. വലുത് ലഭിക്കണമെങ്കിൽ എന്തെന്നറിയാമോ? നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഈ വെയിറ്റ് ചെയ്യുന്ന കാലയളവിൽ നമ്മൾ അന്യാരാധനകളിലേക്ക് അല്ലെങ്കിൽ അവിടെയും ഇവിടെയും നമ്മൾ ഓടേണ്ട. ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വാസം നഷ്ടപ്പെടുത്താതെ ഇരിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ വന്നിട്ട് മോശയോട് ദൈവത്തിന് കോപം ചലിച്ചു. എന്നിട്ട് മോശയോട് ദൈവം പറഞ്ഞു, ഞാൻ ഈ ജനത്തെ മുഴുവൻ നശിപ്പിക്കാനായിട്ട് പോകുക, എന്നിട്ട് നിന്നെയും നിൻ്റെ തലമുറകളെയും ഞാൻ വലിയൊരു ജാതിയാക്കുമെന്ന് മോശയുടെ ഒരു പുതിയ വാഗ്ദാനം ദൈവം അങ്ങ് ചെയ്യുകയാണ്. അപ്പോൾ ഓർക്കണമേ, മോശ പറഞ്ഞു, കർത്താവെ, അങ്ങ് ഇത്രയും ഇറക്കിക്കൊണ്ടുവന്ന ഈ ജനമല്ലേ, ഈ ജനത്തെ അങ്ങ് നശിപ്പിക്കല്ലേ അപ്പോൾ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി മോശ എന്താ ചെയ്തത്? അങ്ങ് ഇടിവിൽ നിന്നു അല്ലേ, ഇവരെ നശിപ്പിച്ച് കളയല്ലേ എന്ന് പറഞ്ഞ് മോശ അങ്ങ് ഇടിവിൽ നിന്നിട്ട് ദൈവം വീണ്ടും എന്താണ് അവരോട് കരുണ കാണിക്കാൻ. ഈ മോശ ഇടിവിൽ നിന്നത് കൊണ്ടാണ് ദൈവം അവരോട് കരുണ കാണിച്ചത്. ഓർക്കുക, ഇന്നത്തെ കാലഘട്ടത്തിൽ എത്ര അഭിഷിക്തന്മാരായിട്ടുള്ള ദൈവദാസന്മാരും ഈ നേതൃത്വത്തിലിരിക്കുന്ന എത്ര പേര് ഇന്ന് ജനത്തിന് വേണ്ടി ഇട്ടുപിരി നിൽക്കുന്നവരുണ്ട്. നമ്മൾക്ക് എളുപ്പമല്ലേ, നീ കൊള്ളാത്തവനാ, നീ കൊള്ളരുതാത്തവനാ, നിന്നെ അങ്ങ് പുറത്താക്കുക അല്ലേ, പള്ളിയിൽ നിന്നും ചർച്ചിൽ നിന്നൊക്കെ അങ്ങ് പുറത്താക്കുക. അതൊക്കെ എളുപ്പമായി ഇന്ന് ചെയ്യുവാൻ വേണ്ടിയിട്ട്. എന്നാൽ അവന് വേണ്ടി ഇടിവിൽ നിന്ന് അവനെ നേടിയെടുക്കുന്നവനായിരിക്കണം ആരും നയിക്കുന്നവൻ. അതാ ദൈവം ഇവിടെ കാണിച്ചു കൊടുത്തത്. എന്നിട്ട് മോശയ്ക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, ശരി കർത്താവെ, അങ്ങ് എന്നെയും എൻ്റെ തലമുറകളെയും അങ്ങ് അനുഗ്രഹിച്ചാൽ മതി എന്ന് പറഞ്ഞ് ആ വലിയൊരു ദൗത്യത്തിന് വേണ്ടി മോശയ്ക്ക് വേണമെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കാമായിരുന്നു. എന്നാൽ മോശ അത് ചെയ്തില്ല. അതാണ് മോശ കേട്ടോ, അതാണ് ദൈവത്തിൻ്റെ മോശ, അതാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന മോശ. അതുകൊണ്ട് ആ മോശയുടെ ജീവിതത്തിൽ പാളിച്ചുകൾ വന്നിട്ടും ദൈവം മോശയെ കൈവിടാതെ അതേ മോശയെ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം ദൈവത്തിന് അറിയാം അല്ലെ, ഈ നശിപ്പിക്കുന്നവർക്ക് വേണ്ടി, നശിച്ചു പോകുന്നവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന മോശ. അതാണ് ഇന്നത്തെ ഒരു ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവരോട് ദൈവത്തിന് ചോദിക്കുവാനുള്ളതും. എൻ്റെ ജനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്നവരാണോ, അല്ലെങ്കിൽ അവരെ പറിച്ചു കളയാൻ നിൽക്കുന്നവരുടെ കൂട്ടത്തിലാണോ നിങ്ങളെന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ ശോധന കഴിക്കണം. കാരണം ഇന്ന് എളുപ്പമാണ്, ഞാനും എൻ്റെ മക്കളും എൻ്റെ കൊണ്ടാട്ടിയും ഒക്കെ എൻ്റെ കുടുംബം അല്ലേ, ഞങ്ങൾ മതി, ബാക്കിയുള്ളവർ പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞും ഇന്നിരിക്കുന്ന ആത്മീയ നേതൃത്വം നമ്മൾ വലിയ ക്രൂസൈഡുകൾ നടത്തും, വലിയ കൺവെൻഷനുകൾ നടത്തും, നമ്മൾ വലിയ ഫാസ്റ്റിംഗ് പ്രയറുകൾ നടത്തും, നമ്മൾ അവരെ ഇവരെയൊക്കെ കൊണ്ടുവരും. പക്ഷേ ദൈവത്തിന് ചോദിക്കുവാനുള്ളത്, നിങ്ങൾ അവരെ ഇവരെ കൊണ്ടുവന്നിട്ട് വലിയ ഷോ കാണിക്കാനല്ല. എത്ര പേര് ഇടിവിൽ നിൽക്കുന്നുണ്ട്, തകർന്നു കിടക്കുന്നുണ്ട്, ഒന്നും വേണ്ട, സ്വന്തം സഭയിൽ തകർന്നു കിടക്കുന്ന എത്ര പേർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ദൈവദാസന്മാരും അച്ഛന്മാരും ബിഷപ്പുമാരും ഇന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ശോധന കഴിക്കണം. അങ്ങനെ ഒരു കാഴ്ചപ്പാടും അങ്ങനെ ഒരു ഹൃദയവിശാലതയും നിങ്ങൾക്കില്ല എങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു പാതയിലെ ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വീണിട്ടുള്ളതല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. ഇന്ന് ആർക്ക് വേണമെങ്കിലും പാസ്റ്ററാകാം, ഇന്ന് ആർക്ക് വേണമെങ്കിലും അച്ഛനാകാം, ഇന്ന് ആർക്ക് വേണമെങ്കിലും ബിഷപ്പാകാൻ വേണ്ടിയിട്ട് പോകാം, അതിനൊന്നും ഒരു തടസ്സവുമില്ല. പക്ഷേ ദൈവത്തിൻ്റെ കോളിംഗ് നിൻ്റെ മേലുണ്ടോ, അതിൻ്റെ ഏറ്റവും വലിയ അടയാളം. ഇന്ന് പലരും പറയുന്നുണ്ട്, ഞങ്ങൾ അപ്പസ്തോലന്മാരാന്ന് പറഞ്ഞിട്ട് കുറേ പേര് നടക്കുന്നുണ്ട്. ഈ അപ്പസ്തോലന് വേണ്ടത് ഗുണവും ക്വാളിറ്റിയും ആരിൽ ഉണ്ടായിരിക്കണം? അപ്പസ്തോലൻ എന്ന് പറയുന്നവരിൽ ഉണ്ടായിരിക്കണം. അത് നമ്മൾ പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ദൈവം പറയുന്നുണ്ട്. അത് നമുക്ക് സംസാരിച്ച് പോകാം. ഓക്കെ. അപ്പോൾ ഇവിടെ മോശയിൽ ദൈവം കണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി ആയിരുന്നു എന്ത്?
തകർന്നു പോകുന്ന അല്ലെങ്കിൽ നശിപ്പിക്കുമെന്ന് പറഞ്ഞ ജനത്തിന് വേണ്ടി ഇടിവിൽ നിന്ന മോശം. ഇതായിരിക്കണം ആത്മീയ നേതൃത്വത്തിലിരിക്കുന്ന ഓരോരുത്തരുടെയും കാഴ്ചപ്പാടും. തകർന്നു പോകുന്നവരെ എടുത്ത് ദൂരോട്ട് കളയാനല്ല, അവന് വേണ്ടി ഇടിവിൽ നിൽക്കണം. തെറ്റിപ്പോകുന്നവരെ എടുത്ത് ദൂരോട്ട് കളയാനല്ല, അവന് വേണ്ടി ഇടിവിൽ നിൽക്കണം. അതായിരിക്കണം ഒരു അഭിഷിക്തൻ, അതായിരിക്കണം ആത്മീയ നേതൃത്വം. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.